ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. 2-3 ദിവസമായി അതിനെ കാണാതായിട്ട്. ഞാൻ വീടിനകത്ത് പൊന്നുപോലെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പിയെല്ലാം അവിടെ നാറുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഒരു സ്വസ്ഥതയും തരത്തില്ല, ദൂരെ കൊണ്ട് കളയെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവസാനം തന്നെ ഞാൻ ഒരു കാര്യത്തിനും വഴങ്ങാതായപ്പം അടിച്ചു നോക്കി, ചീത്ത വിളിച്ച് നോക്കി, എല്ലാം ചെയ്ത് എനിക്ക് പാവം തോന്നി അതിൻ്റെ പട്ടിയുടെ വായക്കകത്തുകൊണ്ട് ഇടുന്ന കാര്യം. അങ്ങനെ ഞാൻ സമ്മതിക്കാതായപ്പോൾ അങ്ങേര് പറഞ്ഞു ശരി എന്നാൽ വെളിയിൽ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഒരു കൂട് കെട്ടി വയ്ക്കാൻ. അപ്പോൾ മിനിഞ്ഞാന്നായപ്പോൾ അങ്ങേര് എവിടെ ദൂരെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനങ്ങനെ നിൽക്കുമായിരുന്നു. രാവിലെ ഭക്ഷണമെല്ലാം കൊണ്ടുവച്ച് കൊടുത്തു. താഴെയൊക്കെ ഇരുന്ന് കളിക്കണ ഞാൻ കൂടിലെടുത്ത് വച്ചു. കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. അടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ നേരം നോക്കിയപ്പോൾ ആളെ ഒന്നും കാണാനില്ല, ഒരാൾ മാത്രമായിരിക്കുന്നു. ഇവിടെ മൊത്തം നടന്ന് നോക്കി, ഒരിടം കാണാനില്ലായിരുന്നു. അപ്പോൾ ഇന്നായപ്പോൾ അവിടെ ചത്ത് മലർന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചു അതിനെ ഇവിടുത്തെ ആൾക്കാർ കണ്ടാൽ സമ്മതിക്കത്തില്ല, ഉറച്ച മണ്ണാണ്, അവിടെ വെട്ടി മൂടാൻ നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ ചെടിയൊക്കെ നടുന്ന സ്ഥലമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചുവട്ടിലായിട്ടിങ്ങനെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ താഴെ വന്നതാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കൂട്ടിലാണ് ഞാൻ അതിനെ പാർപ്പിച്ചിരുന്നത്. ഇത് കണ്ട മരത്തിൻ്റെ മണ്ടയ്ക്കാണ് കൂട് കെട്ടി. അപ്പോൾ അത് മുകളിലോട്ടൊക്കെ കയറിയൊക്കെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഇവിടെ താഴെ ഇറങ്ങുകയും അവിടെ നിന്ന് പട്ടിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മേലെയൊക്കെ ഓടിക്കയറി അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ എന്ത് പറ്റിയതാണ് ആ കുഞ്ഞിന്. എന്തായാലും പോയി ആൾ. ഞാൻ ഇനി കുഴി വെട്ടി അതിനെ വെട്ടി മൂടട്ടെ. ഞാൻ പൂച്ചക്കുഞ്ഞിനെ മൂടാനുള്ള കുഴി റെഡിയാക്കി. അത്യാവശ്യം എന്നെ കൊണ്ട് ഭയങ്കര ഉറപ്പാണ് മണ്ണ്, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊരു കുഴി റെഡിയാക്കി. ഇനി കുഞ്ഞിനെ പോയി ഒരു ബക്കറ്റിനകത്ത് ഒളിച്ച് എടുത്തുകൊണ്ട് വരണം. ഇവിടുത്തെ ആൾക്കാർ കണ്ടാൽ ശരിയാകത്തില്ല. ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് അത് കിടപ്പുള്ളത്. അങ്ങോട്ട് പോകാം നമുക്ക്. ഇതാ കണ്ടോ, ഈച്ച അരിച്ച് കിടപ്പുണ്ട്. എന്ത് ചെയ്യാനാ, ഞങ്ങളന്ന് കാണാതായ ദിവസം നല്ലവണ്ണം അന്വേഷിച്ചു, ഒന്നും കണ്ടു കിട്ടിയില്ല. ഇനി ഇതിനെ ഞാൻ എടുത്ത് ബക്കറ്റിനകത്ത് വെച്ച് കൊണ്ടുപോകട്ടെ. ഇവിടെ കളയാൻ തോന്നുന്നില്ല, വളർത്തി ഇത്രയും വലുതാക്കിയല്ലേ പാകത്തിന്. കുഴിക്കകത്തുകൊണ്ട് വച്ചിട്ട് ഇനി മണ്ണെല്ലാം ഇട്ട് മൂടി ഒരു ചെടിയെല്ലാം നടണം അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. ഞാൻ ഈ നോനി ഫ്രൂട്ടിൻ്റെ ചെടിയാണ് നടാൻ പോണത്. ഇത് വളരെ കാലം നിൽക്കും. ഇത് ക്യാൻസർ രോഗികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. റേഡിയേഷന് ശേഷം ഇതിൻ്റെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഹെൽത്തൊക്കെ പെട്ടെന്ന് റിക്കവറി ആയി കിട്ടും കേട്ടോ. ചുമയും അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസൊന്ന് കുരുവൊക്കെ മാറ്റി ഇച്ചിരി നാരങ്ങ നീരും എല്ലാം ഒഴിച്ച് കുടിച്ചാൽ നല്ലതായിരിക്കും. വോമിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് സ്മെല്ലുണ്ട്, പക്ഷേ ഈ ജ്യൂസ് അകത്ത് പോയി കഴിഞ്ഞാൽ മേലോട്ട് വരത്തില്ല. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് നടട്ടെ. പൂച്ചക്കുറിഞ്ഞ് ഇതിനകത്ത് ഞാൻ അടക്കം ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഒരു നോനിച്ചെടി നട്ടു. ഒരു വളയമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പട്ടി കിണ്ടി അറിയാതെ. പട്ടി സ്നേഹമുള്ള മൃഗം തന്നെ, നമ്മളെല്ലാം സ്നേഹിച്ച് വളർത്തും. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ ദ്രോഹപ്രവൃത്തി, ചെറുതും വലുതുമായിട്ടുള്ള ദ്രോഹപ്രവൃത്തികളൊക്കെ അവർ ചെയ്യാറുണ്ട്. എന്നാലും എന്ത് ചെയ്യാം, എല്ലാവരും ജീവിക്കട്ടെ അത്രേ പറയുള്ളൂ. നമ്മളെ പൂച്ചക്കുറിഞ്ഞിൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഈ നോനിപ്പഴത്തിൻ്റെ ചുവട്ടിൽ തന്നെ അവൾ ഉറങ്ങിക്കോട്ടെ കേട്ടോ. വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ്.